നമ്മൾ എണീക്കാൻ ലേറ്റ് ആയോ? അലാറം കേട്ടില്ലേ? നമുക്ക് ആരവനെയും കൂട്ടി ആരതി കാണാൻ പോണ്ടേ? അത് നമ്മൾ ഇന്നലെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യല്ലേ. അല്ല, ആരും ഉണർന്നില്ലാന്ന് തോന്നുന്നു. വിളിച്ചുണർത്തി റെഡിയാവാൻ പറയാം. അതെ, ആരവിനെ ഇവിടെ കാണുന്നില്ലല്ലോ. അവനതെവിടെ പോയി? അവൻ രാവിലെ തന്നെ ഇവിടെ പോയി. ഒരു പിടിയില്ലല്ലോ. അവൻ സ്ഥലം വിട്ടോ? അവൻ നമ്മുടെ കൂടെ ആരതി കാണാൻ വരാന്ന് സമ്മതിച്ചതല്ലേ? അവൻ സമ്മതിച്ചിട്ടില്ല. രാവിലെ നോക്കാന്നാ പറഞ്ഞ്. എന്നാലും ആരതിയുടെ കാര്യത്തിൽ നമ്മളെ സഹായിക്കാന്ന് അവൻ ഏറ്റതല്ലേ? അവൻ ഉടനെ ആരതിയെ കാണാൻ പോകുന്നതിനെ എന്തോ ബുദ്ധിമുട്ടുണ്ട്. അതായിരിക്കും നമ്മൾ ഉണരും മുമ്പേ അവൻ എഴുന്നേറ്റ് പോയത്. ആരുമില്ലാതെ നമ്മൾ എങ്ങനെ പോവും? ആരതി എവിടെ ഉണ്ടെന്ന് അവനല്ലേ അറിയൂ. നിങ്ങൾ ടെൻഷൻ ആവാതെ, അവൻ വെറുതെ പുറത്തു പോയതായിരിക്കും. ആരോ തിരിച്ചു വരും. അവൻ വരാതിരുന്ന ആരതിയെ കാണാൻ പോകാൻ പറ്റില്ല. എന്റെ ഈശ്വരാ, ACP എന്നെ വിളിച്ച് മെന്റലി കൊല്ലാൻ തുടങ്ങും. ആരതിയെ കിട്ടിയില്ലെങ്കിലേ നമ്മളെ എല്ലാവരെയും ആ ACP സംശയിക്കും. എത്ര കള്ളങ്ങൾ പറഞ്ഞാലും ആ സംശയം മാറില്ല. എനിക്കൊരു ഡൗട്ട്. ഷൈനി, ഞങ്ങൾ ടെൻഷൻ ആകുന്ന ഡൗട്ടാണെങ്കിൽ നീ പറയണ്ട. ഞാൻ പറയാതിരുന്ന ആ സംശയം ഇല്ലാതാവില്ലല്ലോ. എന്താ നിന്റെ സംശയം? ആരതി എന്നൊരു ഫ്രണ്ട് ആരവനുണ്ടോ? ഇല്ലാത്ത ഫ്രണ്ടിനെ കുറിച്ച് അവൻ നമ്മളോട് പറയേണ്ട കാര്യമില്ലല്ലോ. ആരതിയെ പറ്റി നമ്മൾ അങ്ങോട്ട് ചോദിച്ചതല്ല, അവനായിട്ട് ഇങ്ങോട്ട് പറഞ്ഞല്ലേ. അപ്പൊ അങ്ങനെ ഒരു ഫ്രണ്ട് അവനുണ്ടായിരിക്കുമല്ലോ. എന്നാലും ആ ഫ്രണ്ടിന്റെ പേര് കൃത്യമായിട്ട് എങ്ങനെ ആരതി എന്നായി? നീ രാവിലെ അനാവശ്യ സംശയം ചോദിച്ച് ഞങ്ങൾ ടെൻഷൻ ആക്കാതെ. നമ്മൾ വെറുതെ ആരവനെ തെറ്റിദ്ധരിക്കണ്ട. അവനൊരിക്കലും നമ്മളെ ചതിക്കില്ല. ആ വാക്ക് അവൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ടാണോ അവ ആരതി കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് മുങ്ങിക്കളഞ്ഞേ? അവനെ തനിച്ച് ആരതിയെ കാണാൻ പോയതാണെങ്കിലോ? എങ്കിൽ അവൻ പോലീസ് പിടിയിലാവാനാ സാധ്യത. ഷൈനി, അങ്ങനെയൊന്നും പറയാതെ. എനിക്കാണെങ്കിൽ ടെൻഷനായിട്ട് വയ്യ. ഏതായാലും നമുക്ക് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ആരോ വരുമോ നോക്കട്ടെ. അല്ല, ആരതിയെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതാണെങ്കിൽ അവൻ ആരതിയും കൂട്ടിക്കൊണ്ട് വരട്ടെ. ഇതിനെപ്പറ്റി നമ്മൾ പരസ്പരം സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. രാവിലെ ഉറക്കണേറ്റപ്പോ തന്നെ മൊട്ടം പണിയാണല്ലോ കിട്ടിയത്. എന്റെ മാതാവേ, ഇന്നലെ എന്തൊക്കെയാ നടന്നത്? എന്തായാലും അമ്പിളിയെ പേടിപ്പിച്ച് വീഴ്ത്തിയല്ലോ. അത് തന്നെ വലിയ സന്തോഷം. ആ പെണ്ണ് വന്ന് മുന്നിൽ ചാടിയില്ലായിരുന്നെങ്കിൽ അത് ഞാനാണെന്ന് ആരും അറിയില്ലായിരുന്നു. അമ്പിളി ഇന്ന് സ്ഥലം വിട്ടേനെ. ഇതിപ്പം മാഡം അറിഞ്ഞു, ഇനി പലരും അറിയും. വെളുക്കാൻ തേച്ചത് പാണ്ടായ പോലെ ആയല്ലോ കർത്താവേ. മന്ദാകിനി, ഇന്ന് രാത്രിയിലും മറ്റുള്ളവരെയൊക്കെ എങ്ങനെ പേടിപ്പിക്കാമെന്ന് ആലോചിക്കുകയാണോ? ഓ, എന്നെ കളിയാക്കാൻ കയറി വന്നേക്കാവള്. മന്ദാകിനിയുടെ പ്രേതരൂപത്തിന് ഭയങ്കര ഒറിജിനാലിറ്റി ആയിരുന്നു കേട്ടോ. ഓ, ശരിക്കും നിങ്ങളൊരു പ്രേതം തന്നെ. പ്രത്യേകിച്ച് വേഷം കിട്ടേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. നീ എന്നെ കളിയാക്കാനോടി വന്നത്? വെള്ളം കുടിക്കാൻ വന്നെങ്കിൽ വെള്ളം കുടിച്ചിട്ട് പോ. ദേ, നിങ്ങൾ എന്നെ പേടിപ്പിച്ച് ഓടിക്കാന്ന് കരുതണ്ട. അതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇവിടുന്ന് നിങ്ങൾ തന്നെ പുറത്തു പോകും. മേഡം ഇന്ന് നിങ്ങളെ നിർത്തി പൊരിക്കും. തയ്യാറായിരുന്നോ? എടി, നീയാണ് ഇവിടെ പ്രേതരൂപം കിട്ടി പേടിപ്പിക്കുന്നേ. ഞാൻ തെളിയിച്ചു തരാം. പിന്നെ നിങ്ങൾ കുന്തം തെളിയിക്കും. ഞാൻ തെളിയിക്കൂടി. എന്നാ തെളിയിക്കടി. നിങ്ങൾക്ക് തെളിയിക്കും. നിങ്ങൾ തെളിയിക്ക്. പിന്നെ ഇവര് തമ്മിൽ അടിയായോ? തെളിയിക്കാൻ വന്നാ മതി, ഞാൻ നിന്ന് തരാം. പ്രേതത്തിന്റെ വേഷം കെട്ടി പേടിപ്പിച്ചത് പോയാ നിങ്ങളുടെ തലയ്ക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? എന്താ ഇവിടെ?